നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂർ. പ്രൊഫഷണൽ ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് വരും ദിവസങ്ങളായാലും നിഫ്റ്റിനെ മാനേജ് ചെയ്യാനായിട്ടുള്ള സെറ്റപ്പ് നമുക്ക് നോക്കാം. വരും ആഴ്ചയിലായാലും നിഫ്റ്റിയുടെ ഈ ഒരു കറണ്ട് ട്രെൻഡ് നമുക്കത് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ്, നമുക്ക് എങ്ങനെ മാനേജ് ചെയ്താലാണ് നമുക്ക് നിഫ്റ്റിനെ വളരെ ക്ലിയർ ആയിട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ നിഫ്റ്റിനെ കുറിച്ച് പറഞ്ഞ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ നമുക്ക് തുടങ്ങാവുന്നതാണ്. അപ്പൊ നിഫ്റ്റിയിലായാലും നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലായാലും നമ്മൾ പറഞ്ഞിരുന്നത് നിഫ്റ്റിയിലായാലും സിറ്റുവേഷൻ നിഫ്റ്റിക്ക് 24,975 24,975 എന്ന് പറയുന്ന ഒരു സപ്പോർട്ടാണ് നമ്മൾ ഹയർ ലെവലിൽ നിന്ന് നമ്മളത് സൂചിപ്പിച്ചിരുന്ന സപ്പോർട്ട്. നിഫ്റ്റി 25,000 മുകളിൽ പോയപ്പോൾ 24,475 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ നിഫ്റ്റിയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുമെന്നാണ് സൂചിപ്പിച്ചായിരുന്നു. നമ്മൾ 24,700 വരെയെങ്കിലും ഏറ്റവും മിനിമം ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വരുമെന്ന് സൂചിപ്പിച്ചിരുന്നതാണ്. 24,700 ഇട്ടുകൊണ്ട് നിഫ്റ്റി സപ്പോർട്ട് ചെയ്യുന്നു. 24,462 എന്ന് പറയുന്ന ലോ രജിസ്റ്റർ ചെയ്തുകൊണ്ട് നിഫ്റ്റി ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. ഇപ്പൊ നിഫ്റ്റി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്കിതൊരു ലോങ് ടൈം ട്രെൻഡ് റിവേഴ്സിലോ ഷോർട്ട് ടൈം ട്രെൻഡ് റിവേഴ്സിലോ അല്ല. നമ്മളത് കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിരുന്നു. ഇതൊരു ഹയർ ലെവലിൽ നിന്നുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. നിഫ്റ്റി ഒരു സഡൻ ബൗൺസ് നടത്തിയതിന്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. അപ്പൊ ഒരു ട്രെൻഡിന്റെ ഒരു കൺഫർമേഷൻ നമുക്ക് ആയിട്ടില്ല. ഇപ്പോൾ നിഫ്റ്റി ഫേസ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് ഏരിയയിലാണ് നിഫ്റ്റി നിലനിൽക്കുന്നത്. അപ്പൊ ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ താഴെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് വരാനും നിഫ്റ്റി ട്രെൻഡ് റിവേഴ്സിലാകാത്തത് കൊണ്ട് തന്നെ ഈ ഒരു സപ്പോർട്ട് ലെവലിൽ, അതായത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും ഈ ആഴ്ചയിലും പറയാൻ പോകുന്ന ഒരു സപ്പോർട്ട് ലെവലിൽ നിന്ന് ഉള്ളൊരു ബൗൺസ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പൊ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ കുറച്ച് ദിവസത്തേക്ക് കൺസോൾട്ടേഷൻ റേഞ്ചിൽ നിലനിൽക്കാനായിട്ടാണ് സാധ്യത. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. നമുക്ക് ബോത്ത് സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടൊരു സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ലെവലിന്റെ അടുത്ത് നിന്ന് തന്നെ ഹയർ ലെവലിൽ നിന്ന് ഇപ്പോൾ ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്ന ലെവലിന്റെ അടുത്ത്, കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്ന ലെവലിന്റെ അടുത്ത് നിന്ന് ഷോർട്ട് സെല്ലിനാണ് കൂടുതൽ സാധ്യത. കാരണം റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് പ്രോഫിറ്റ് ബുക്കിങ്ങിന് എപ്പോഴും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സപ്പോർട്ടിൽ വരുന്ന ഒരു സമയത്ത് ബൗൺസ് ചെയ്യാനും സാധ്യതയുണ്ട്. അതിനുശേഷം ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ റേഞ്ച് മുകളിലോട്ടോ താഴോട്ടോ ബ്രേക്ക് ചെയ്യുന്നതനുസരിച്ചായിരിക്കും നിഫ്റ്റിയിലും അടുത്തൊരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നമുക്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട്, നമുക്ക് ലോങ് ടൈം വ്യൂവിൽ നമുക്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് നമുക്ക് നോക്കാം. അപ്പോൾ വരുന്ന ആഴ്ചയിലായാലും നിഫ്റ്റിക്ക് നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു ഡയറക്ഷൻ നൽകാനായിട്ട് സാധിക്കില്ല. നിഫ്റ്റിക്ക് ഹയർ ലെവലിൽ റെസിസ്റ്റൻസ് കാരണം 25,075 25,075 മുകളിൽ നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ട്രെൻഡിന് കുറച്ചും കൂടി ഒരു സ്ട്രെങ്ത് കാണും. 25,075 നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് ആണ്. ആ റെസിസ്റ്റൻസിന് മുകളിലേക്ക് നിഫ്റ്റിക്ക് നിലനിർത്തിയാലാണ് ഫർദർ അപ്പ് മൂവ്മെന്റിന് സാധ്യത നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതിനുശേഷം പ്രോഫിറ്റ് ബുക്കിന് സാധ്യത നമ്മൾ ഈ ഒരു ലെവലിൽ നിന്ന് സൂചിപ്പിച്ചിരുന്നു. അപ്പൊ ഇപ്പോഴും 25,075 മുകളിലേക്ക് നിഫ്റ്റിക്ക് ഒരു ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തിയാലാണ് ഇനി അടുത്തൊരു മൊമെന്റത്തിന് സാധ്യത കാണുന്നത്. അപ്പൊ അതേപോലെ തന്നെ ലോവർ ലെവലിലേക്കായാലും 24,475 എന്ന് പറയുന്ന സപ്പോർട്ട്, ഈ രണ്ട് സപ്പോർട്ടും ലോവർ ലെവലും ഹയർ ലെവലും സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് നിഫ്റ്റിയിൽ അത് ആക്ട് ചെയ്യും. അപ്പോൾ ഏറ്റവും ബെറ്റർ നിഫ്റ്റിനെ ഇൻട്രാഡേ ട്രെൻഡിൽ മാനേജ് ചെയ്യുന്നതാണ്. കൃത്യമായിട്ടുള്ള ട്രെൻഡ് വരാൻ പോകുന്ന ദിവസങ്ങളുടെ മാർക്കറ്റിന്റെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് വ്യക്തമായിട്ടുള്ള ട്രെൻഡ് നിഫ്റ്റിയിൽ ഫോം ചെയ്യും. അതിനനുസരിച്ച് നിഫ്റ്റിയിലെ ലോങ് ടേം ഡയറക്ഷൻ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് ഇൻട്രാഡേ ട്രെൻഡിൽ മാനേജ് ചെയ്യുക. ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. വരും ദിവസങ്ങളായാലും നമുക്ക് നിഫ്റ്റിനെ ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഈ ക്ലോസിംഗ് റേഞ്ചിലുള്ള ഒരു ഓപ്പണിംഗ് അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒക്കെ നിഫ്റ്റിയിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിനാണ് സാധ്യത. അപ്പൊ അതനുസരിച്ച് പക്ഷെ കൃത്യമായിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. കൃത്യമായിട്ടുള്ള ഒരു എൻട്രി സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് കിട്ടിയാൽ മാത്രം മാനേജ് ചെയ്യുക. റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഹയർ ലെവലിലേക്ക് ആണെങ്കിൽ 24,900. നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന വലിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് 24,900 മുകളിലാണെങ്കിൽ 900 താഴത്തേക്ക് വന്നാൽ മാത്രമാണ് വീക്ക്നെസ്. അല്ലെങ്കിൽ ഈ ഒരു ലെവല് ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ചെറിയ ടൈം ഫ്രെയിലോ വലിയ ടൈം ഫ്രെയിലോ ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ 24,900 സ്റ്റോപ്പ് ലൂസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് 24,945, 24,945
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് 24,945 മുകളിലാണെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റിക്ക് മാത്രം ഇമ്പോർട്ടന്റ് കൊടുക്കുക. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് ഈ ഒരു ലെവലിന്റെ താഴെ നിലനിർത്തിയാൽ ഒരു ക്യാലില് 5 മിനിറ്റിന്റെ ഒരു ക്യാലിന്റെ താഴെ ക്ലോസ് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കണം, ഈ ഒരു ലെവലിന്റെ മുകളിലേക്ക് ഒരു ക്യാലിൽ ക്ലോസ് ചെയ്താൽ ഇപ്പോൾ ജസ്റ്റ് ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഈ ഒരു ക്യാൻഡിന്റെ ലോ താഴോട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഷോർട്ട് സെല്ലിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. കഴിഞ്ഞ ദിവസം ഒരു മാർക്കറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് എക്സാമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ട് അത് മനസ്സിലാവും. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസത്തിലായാലും നൽകിയിരിക്കുന്ന സപ്പോർട്ടിന്റെ മുകളിലേക്ക് ഓപ്പണിംഗിൽ തന്നെ ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. അപ്പൊ ആ ഒരു ക്ലോസ് ചെയ്ത സിറ്റുവേഷനിൽ നമുക്ക് ആ ഒരു ക്യാൻഡിൽ എപ്പോഴും സപ്പോർട്ടായിട്ട് നിലനിൽക്കും. എപ്പോഴും ശ്രദ്ധിക്കാം, പ്രൈസ് ആക്ഷനിലായാലും എപ്പോഴും റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് ഒരു എൻട്രി എടുക്കുമ്പോഴായും ഇതേ റൂള് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എപ്പോഴും ആ ഒരു ഓപ്പണിംഗ് ക്യാനിൽ അല്ലെങ്കിൽ ഓപ്പണിംഗ് ടൈമിൽ ആ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് എപ്പോഴും മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലത്തെ സിറ്റുവേഷൻ തന്നെ ഈ ഒരു ലെവലിലും മാനേജ് ചെയ്യുക. ഓപ്പൺ ചെയ്യുന്നത് ഇതിന്റെ മുകളിലാണെങ്കിൽ ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. 25,012 ഹയർ ലെവലിൽ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് വരുന്നത്. ഓപ്പൺ ചെയ്യുന്ന പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിൽ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക. റൈറ്റ് എൻട്രി, റൈറ്റ് റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, വീണ്ടും സപ്പോർട്ടിന്റെ താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇനി ലോവർ ലെവലിലുള്ള സപ്പോർട്ട് നമുക്ക് നോക്കാം. ക്ലോസിംഗ് ലെവലിലുള്ള സപ്പോർട്ട് നിഫ്റ്റിയിൽ കാണുന്നത് 24,850 സപ്പോർട്ട് ഉണ്ട്. 24,850 സപ്പോർട്ടാണ്. അപ്പൊ അതേപോലെ തന്നെ അതിന് താഴെ 24,810 സപ്പോർട്ടാണ്. ഓപ്പൺ ചെയ്യുന്നത് ഇൻ കേസ് ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് 24,810 ഹോൾഡ് ചെയ്തിട്ടാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. 850, 810 റേഞ്ച്, ആ ഒരു റേഞ്ചിൽ ട്രേഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഈ റേഞ്ച് ഇങ്ങോട്ടെങ്കിലും ബ്രേക്ക് ചെയ്യുന്നതനുസരിച്ച് വ്യക്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ലോവർ ലെവലായാലും 24,765 സപ്പോർട്ട്. 24,765 ഹോൾഡ് ചെയ്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. 810 റെസിസ്റ്റൻസ്, 810 മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്താൽ വീണ്ടും ബൈ സെന്റിമെന്റാണ്. 24,850 വരെ മുകളിലേക്ക് ബൗൺസ് ചെയ്യും. ഓപ്പൺ ചെയ്യുന്ന വലിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. പറഞ്ഞിരിക്കുന്നത് സപ്പോർട്ട് താഴെയാണെങ്കിൽ ക്വിക്ക് ആയിട്ടുള്ള ഒരു ഫാള് മാർക്കറ്റിൽ കിട്ടും. സഡൻ ഫാള് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാം. അടുത്ത സപ്പോർട്ട് 24,700 താഴെ ടെസ്റ്റ് ചെയ്യും. 24,685 ലോവർ ലെവലിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട് വരുന്നത്. നിഫ്റ്റിയിലെ ഇത്തരം സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്ട് ആയിട്ടുള്ള ട്രെൻഡിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റിൽ വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് ഒരു ദിവസങ്ങളുടെ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.